Hi dear friends, hope you are all doing very well and welcome to the class on basic accounting. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് അക്കൗണ്ടിങ്ങിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ടേംസുകളാണ് കണ്ടത്. വി ഹാവ് സീൻ റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റിൽ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചറിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ 4 ടേംസും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാർക്കും കഴിഞ്ഞ ക്വിസ് അസൈൻമെന്റ്സിൽ 10ൽ 10 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഐ ആം സോ ഹാപ്പി. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം, അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, അല്ല നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് സംശയങ്ങൾ മാറ്റാവുന്നതാണ്. സംശയം ക്ലിയർ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ബിക്കോസ് ദീസ് ആർ ഓൾ വെരി ബേസിക് ടേംസ് റിഗാർഡിംഗ് accounting. Now we are again going to see some more basic aspects of basic accounting. So നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അസറ്റ്സ്, എക്സ്പെൻസസ്, ലയബിലിറ്റീസ്, ഇൻകം. ഈ 4 ടേമുകളാണ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. റെഡി അല്ലേ? Come on, let us understand the basic terms regarding accounting, that is assets, expenses, liabilities, income. Come on. We have seen the item receipt in the last class. എന്താണ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? See, business transactions that bring fund or benefit into the business is called receipt. ഫണ്ടോ അല്ലെങ്കിൽ ബെനിഫിറ്റോ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഹൗ ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ്, എങ്ങനെയൊക്കെയാണ് ഈ ഫണ്ട് അല്ലെങ്കിൽ ബെനിഫിറ്റുകളൊക്കെ ബിസിനസ്സിലേക്ക് വരുന്നത്? സോ വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ദാറ്റ് ഓണേഴ്സ്, ഫ്രണ്ട്സ്, ബാങ്ക് and general public, all these people are putting fund or benefit into the business firm, right? ഓണേഴ്സ് നിന്ന് കിട്ടാം, നമുക്ക് ഫ്രണ്ട്സ് നിന്ന് കിട്ടാം, ബാങ്കിൽ നിന്ന് കിട്ടാം, ബാങ്ക് ലോണിൻ്റെ രൂപത്തിൽ, ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കിട്ടാം, അവരുടെ ഡൊണേഷൻ്റെ രൂപത്തിൽ നമുക്ക് ഫണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ഓൾസോ വി ഹാവ് സീൻ ദാറ്റ് ദീസ് ആർ ഓൾ ഹ്യൂജ് എമൗണ്ട്, നോൺ റിക്കറിങ് ആൻഡ് ഫ്രം നോൺ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് ദീസ് എമൗണ്ട്സ് ആർ ഹ്യൂജ്. എല്ലായ്പ്പോഴും ഹ്യൂജാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പരമാവധി സന്ദർഭങ്ങളിലൊക്കെ ഇത് ഹ്യൂജ് ആവാനാണ് സാധ്യത. ആൻഡ് നോൺ റിക്കറിങ്, ഇറ്റ് ഇസ് നോട്ട് എ റെഗുലർ പ്രോസസ്സ്. എപ്പോഴും നടക്കുന്നതല്ല, വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണേഴ്സ് ഫണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ഫ്രണ്ട്സിൽ നിന്ന് ഫണ്ട് കിട്ടുക എന്ന് പറയുന്നത്, ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടുക എന്ന് പറയുന്നതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം നോൺ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മൾ എന്താ കണ്ടത്? ഇത്തരം ഓണേഴ്സ് ഫണ്ട് തരുമ്പോഴും ഫ്രണ്ട്സ് ഫണ്ട് തരുമ്പോഴും ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോഴൊക്കെ ഇറ്റ് ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ ഫോർ ദ ബിസിനസ് ഫേം. അല്ലേ? ആലോചിച്ച് നോക്കൂ, അതൊരു ബാധ്യതയാണ് ബിസിനസ് ഫേമിനെ സംബന്ധിച്ചോളം. ഓണർ ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആ ഫണ്ട് തിരിച്ച് ബിസിനസ് ഫേമിന് ആർക്ക് കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. അത് ബിസിനസ് ഫേമിൻ്റെ ബാധ്യതയാണ്. നമ്മൾ കണ്ടു ബിസിനസ് ഫേമും ഓണറും രണ്ട് വ്യക്തികളാണുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടുകയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ആ ഫണ്ട് തിരിച്ച് ഫ്രണ്ട്സിന് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ബിസിനസ് ഫേമിനുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയാണെങ്കിലും അതെ, ബിസിനസ് ഫേം ആ എമൗണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് തിരിച്ച് ബാങ്കിലേക്ക് റീപേ ചെയ്യാനുള്ള ബാധ്യത ബിസിനസ് ഫേമിനുണ്ട്. സോ ഓൾ ദീസ് റിസീപ്റ്റ് ഓഫ് ഫണ്ട് ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ ഫോർ ദ ബിസിനസ് ഫേം. ബിസിനസ് ഫേമിനെ സംബന്ധിച്ചോളം അതൊരു ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ ദാറ്റ് ഒബ്ലിഗേഷൻ ഈസ് കോൾഡ് ലയബിലിറ്റി. ആ ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ ഓണർ ഈസ് എ ലയബിലിറ്റി ഫോർ ദ ബിസിനസ് ഫേം ബിക്കോസ് ഓണർ ഹാസ് പുട്ട് സം ഫണ്ട് ഇൻ ടു ദ ബിസിനസ് ഫേം. സോ ആ ഫണ്ട് തിരിച്ച് ഓണർക്ക് അതുപോലെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒരു ബാധ്യതയാണ്. ബിസിനസ് ഫേമിനെ സംബന്ധിച്ചോളം ഫ്രണ്ട്സ് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സ് നമുക്കൊരു ബാധ്യതയാണ്. കാരണം ആ ഫണ്ട് തിരിച്ച് ആ ഫ്രണ്ടിന് തിരിച്ചു കൊടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് നമുക്കൊരു ബാധ്യതയാണ്. കാരണം ആ ലോൺ തിരിച്ചടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനറൽ പബ്ലിക്കിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ജനറൽ പബ്ലിക്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. സോ ദീസ് ആർ ഓൾ ക്രിയേറ്റിംഗ് ഒബ്ലിഗേഷൻ ഫോർ ദ ബിസിനസ് ഫേം ആൻഡ് ദീസ് ഒബ്ലിഗേഷൻസ് ആർ കോൾഡ് ലയബിലിറ്റി. ആലോചിച്ച് വെച്ചോളൂ ലയബിലിറ്റി എന്താണെന്നുള്ളത്. Now again we are having some receipt like from sale of old asset. പഴയ അസറ്റ് വർഷങ്ങൾക്ക് ശേഷം തേയ്മാനം സംഭവിച്ചതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ നമ്മളത് വിറ്റ് കാശാക്കും. നോർമലി ഇറ്റ് ഈസ് ഓൾസോ ഹ്യൂജ് നോൺ റിക്കറിങ് ആൻഡ് ഫ്രം നോൺ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. വലിയ അസറ്റുകളായിരിക്കും നമ്മളങ്ങനെ വിൽക്കുന്നത്. സോ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കാം സാധാരണഗതിയിൽ കിട്ടുക. ചിലപ്പോൾ വളരെ കുറച്ച് സ്ക്രാപ്പ് എമൗണ്ടേ കിട്ടുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഒബ്ലിഗേഷൻ. ഒരു ബാധ്യതയും നമുക്ക് ഉണ്ടാക്കി തരില്ല. കാരണം നമ്മളെ തന്നെ പഴയ അസറ്റ് വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു ബാധ്യതയും ഉണ്ടാക്കുന്നില്ല. ബട്ട് ഇറ്റ് റെഡ്യൂസ് അനദർ അസറ്റ്. പഴയ അസറ്റ് ഇല്ലാണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കാറ് ഒരു 10 വർഷം നമ്മുടെ വീട്ടിൽ നമ്മുടെ കാറ് നമ്മളൊരു 10 വർഷം യൂസ് ചെയ്തതിന് ശേഷം നമ്മളത് വിറ്റ് കാശാക്കുന്നു വിചാരിക്കുക. ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക.
നമുക്കൊരു ബാധ്യതയും അതുണ്ടാക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ കാറ് വിറ്റ് 50,000 രൂപയ്ക്ക്. പക്ഷേ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പഴയൊരു അസറ്റ് ഇനി ഇല്ല, കാറിനി ഇല്ല നമ്മുടെ കയ്യിൽ. സോ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ ബട്ട് റെഡ്യൂസ് അനദർ അസറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റത്തിൽ നിന്ന് ഓണേഴ്സ്, ഫ്രണ്ട്സ്, ബാങ്ക്, ജനറൽ പബ്ലിക്, ഈ 4 ആൾക്കാരിൽ നിന്നും സെയിൽ ഓഫ് ഓൾഡ് അസറ്റിനുള്ള വ്യത്യാസം അതാണ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഒബ്ലിഗേഷൻ ബട്ട് ഇറ്റ് റെഡ്യൂസ് അനദർ അസറ്റ്. ഓണർ, ഫ്രണ്ട്സ്, ബാങ്ക്, ജനറൽ പബ്ലിക് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് ഒബ്ലിഗേഷൻ, സോ ഇറ്റ് ഈസ് ലയബിലിറ്റി. ഫ്രം ദ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഒബ്ലിഗേഷൻസ് ബട്ട് ഇറ്റ് റെഡ്യൂസ് അനദർ അസറ്റ്. അടുത്തൊരു റെസിപ്റ്റ് ഐറ്റം കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് ഗുഡ്സ് വിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റ് അത് വിറ്റ് കിട്ടുന്ന കാശിനെയാണ് നമ്മൾ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, റെസിപ്റ്റ് ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. സോ റെസിപ്റ്റ് ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നോർമലി ഇറ്റ് ഇസ് റിക്കറിങ്, എല്ലാ മാസവും നമുക്ക് വിറ്റ് വരവുണ്ടാവും, ആൻഡ് നോട്ട് സോ ഹ്യൂജ് കമ്പയർഡ് ടു ബാങ്ക് ലോണിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കണം എന്നില്ല. പക്ഷേ അത് റെഗുലറാണ്, റിക്കറിങ് ആണ്. ആൻഡ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഇറ്റ് ഇൻക്രീസ് അസറ്റ്സ്. അത് നമ്മുടെ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആസ്തി കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു അസറ്റ് പൈസയാണ് കിട്ടുന്നത്. പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്തി കൂടിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. സോ receipt from regular business operation is very attractive because it does not create any obligation. ഒരു ബാധ്യതയും നമുക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പഴയ ഒരു അസറ്റ് ഇല്ലാണ്ടാവുന്നുമില്ല, പുതിയ അസറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നുവോ അതൊക്കെ നമ്മുടെ അസറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ അസറ്റ്, ആൻഡ് സച്ച് ഐറ്റംസ് ആർ കോൾഡ് ഇൻകം ഓഫ് ദ ബിസിനസ് ഫേം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകം ഓഫ് ദ ബിസിനസ് ഫേം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. സോ ലയബിലിറ്റി എന്താണെന്നുള്ളതും ഇൻകം എന്താണെന്നുള്ളതും വേർതിരിച്ചറിയാനുള്ള ബുദ്ധിശക്തി ഒരു അക്കൗണ്ടന്റിന് ഉണ്ടാവണം. ലയബിലിറ്റി രണ്ടും റെസിപ്റ്റ് ആണ്, പക്ഷെ ലയബിലിറ്റി എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കേണ്ട റെസിപ്റ്റ് ആണ്. തിരിച്ചു കൊടുക്കേണ്ട റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഫോർ ദ ബിസിനസ് ഫേം. പക്ഷെ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഒബ്ലിഗേഷൻ. ഒരു തരത്തിലുള്ള ബാധ്യതയും അത് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ ആസ്തി കൂട്ടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം സെയിൽസ് റവന്യൂ ഉണ്ടോ അത്രത്തോളം നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ ആസ്തി കൂടി വരും. സോ ദാറ്റ് ഈസ് കാൾഡ് ഇൻകം. So what is liability and income? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. What is liability and income? Liability is the receipts that creates obligation for the business firm. ബിസിനസ് ഫേമിന് ബാധ്യതകൾ ഉണ്ടാക്കുന്ന റെസിപ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. There are two types of liabilities, that is short term liabilities and long term liabilities. ലയബിലിറ്റീസ് റീപേ ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും എന്താണോ നമ്മുടെ ബാധ്യതയായിട്ട് നമുക്ക് വരുന്നത് അത് തിരിച്ചടക്കേണ്ടതുണ്ട്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്ലിഗേഷൻസ് ദാറ്റ് ഹാവ് ടു ബി റീപെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം ലയബിലിറ്റി. കൂടുതൽ സമയം എടുത്തിട്ട് തിരിച്ചടക്കേണ്ട ഒബ്ലിഗേഷൻസിനെയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഒബ്ലിഗേഷൻസ് ദാറ്റ് ഹാവ് ടു ബി റീപെയ്ഡ് വിത്ത് മോർ ദാൻ 1 year. സോ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ഏതാണെന്നുള്ളതും ലോങ് ടൈം ലയബിലിറ്റീസ് ഏതാണെന്നുള്ളതും നമുക്ക് ക്ലിയർ ആയിരിക്കണം. ദർ ആർ സം ലയബിലിറ്റീസ് വിച്ച് ഹാവ് ടു ബി റീപെയ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു കൊല്ലത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ബാധ്യതകളുണ്ടാവും. ആൻഡ് ദർ ആർ സം അതർ ലയബിലിറ്റീസ് വിച്ച് വി ആർ ഹാവിങ് ഇനഫ് ടൈം ടു റീപേ. ഒരു കൊല്ലത്തിനേക്കാൾ കൂടുതൽ സമയം ഉണ്ടാവും അത് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ ഹൗസിംഗ് ലോൺ ഒരു 25 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. ദാറ്റ് ഈസ് ലോങ് ടൈം ലയബിലിറ്റി. അതേസമയത്ത് നമ്മൾ നമ്മുടെ പലചരക്ക് കടയിൽ, നമ്മൾ സാധാരണ മേടിക്കുന്ന പലചരക്ക് കടയിൽ പറ്റുണ്ടെന്ന് വിചാരിക്കുക. പറ്റുണ്ടെങ്കിൽ അത് 1 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കണം, അല്ലെങ്കിൽ ഏറിയാൽ 2 മാസം കൊണ്ട് അത് അടച്ചു തീർക്കണം. 25 വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ ആ കടക്കാരൻ നമ്മളെ സമ്മതിക്കില്ല. So this is the difference between short-term liabilities and long-term liabilities. Short-term liabilities have to be repaid within a period of 1 year, while long-term liabilities have to be repaid with more than 1 year. ഒരു കൊല്ലത്തിന് കൂടുതൽ സമയം എടുത്തിട്ട് നിങ്ങളത് തിരിച്ചടച്ചാൽ മതി. So liability is the receipt that creates obligation, while what is income? Income is the receipt that does not create obligations for the business firm. At the same time, it creates asset for the business firm. ബാധ്യതകൾ ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, അസറ്റ് കൂട്ടുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫ്രം ദ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഇയർ. ഒരു പർട്ടിക്കുലർ ഇയറിലെ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നും കിട്ടുന്ന റെസിപ്റ്റിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. സോ ഇൻകം ഈസ്
റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇൻകം പറയുക. ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നും കിട്ടുന്ന റെസിപ്റ്റിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലയബിലിറ്റി ആൻഡ് ഇൻകം, ആൻഡ് യു ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലയബിലിറ്റി ആൻഡ് ഇൻകം. ബോത്ത് ആർ റെസിപ്റ്റ്, ബട്ട് liability creates obligation while income does not create liability but it increase asset. ഒരു ബിസിനസ് ഫേമിൻ്റെ ആസ്തി അല്ലെങ്കിൽ അസറ്റ് കൂട്ടുന്ന ഒരു റെസിപ്റ്റാണ് ഇൻകം എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.